എയിംസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൽ എവിടെ വേണമെങ്കിലും സ്ഥലം തരാമെന്നുള്ള ഒരു ബ്ലാങ്ക് ചെക്ക് അദ്ദേഹം ഇട്ടിരിക്കുന്നത് വളരെ പോസിറ്റീവായ അപ്രോച്ചാണ്. ഇതായിരുന്നു കഴിഞ്ഞ 10 വർഷവും ഇതിന് മുമ്പിലത്തെ സർക്കാരിൽ നിന്ന് വേണ്ടിയിരുന്ന ഒരു ഒരു സമീപനം ഇതായിരുന്നു. ഇനി മുരളിച്ചേട്ടനും അതങ്ങനെ പറഞ്ഞെങ്കിലും അത് ജനങ്ങളെ അറിയിച്ച് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഞാനും അതിൽ നിന്ന് എനിക്ക് അതുപോലെയുള്ള അറിവ് മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇതിനൊരു ഒഫീഷ്യൽ പ്രൊസീജിയറുണ്ട്. അതനുസരിച്ച് ആദ്യം മുതൽ പറയുന്നത് 2016 രാജ്യസഭയിൽ എത്തിയപ്പോൾ മുതൽ പറയുന്നത് ശ്രീ പിണറായി വിജയനോടായാലും ശരി തന്നെ ആരോഗ്യമന്ത്രിമാർ 2 പേരോടായാലും പറഞ്ഞിരുന്നത് ഇവിടെ നിന്ന് എയിംസിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ സന്നദ്ധത അറിയിക്കുമ്പോൾ 5 സ്പോട്ടുകൾ അതിന് വ്യക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നൽകിയ സംസ്ഥാനങ്ങൾക്കാണ് ഇപ്പോൾ പുതുതായി സ്കീമിൽ വന്നിട്ടുള്ള എയിംസ് ലഭിച്ചിട്ടുള്ളത്. ആ ഗൈഡ് ലൈൻസുമായി അത് ഇണക്കി ചേർത്ത് 5 ജില്ലകളിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, സ്ഥലം നൽകാൻ പറ്റും എന്ന് പറയുന്ന സന്നദ്ധത അങ്ങോട്ട് അറിയിക്കണം. അതിപ്പോൾ അറിയിച്ചാൽ അടുത്ത ബഡ്ജറ്റ്, വൈകിയാൽ ചിലപ്പോൾ അതിനടുത്ത ബഡ്ജറ്റായി പോകും. ഇതെല്ലാം ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കുന്നതിന് മുമ്പ് മൊത്തം ഒരു ക്വാണ്ടം ലോഡ് അളന്നിട്ടാണ് ഇതെല്ലാം പങ്കുവെച്ച് കൊടുക്കുന്നത്. ഒരു എം പി ലാഡ്സ് ഫണ്ട് 7 മണ്ഡലങ്ങളിലായിട്ട് പങ്കുവെച്ച് കൊടുക്കുന്നത് പോലെ തന്നെയാണ് നാഷണൽ ബഡ്ജറ്റിൽ നിന്ന്. അത് BJP ഭരിച്ച സംസ്ഥാനങ്ങൾക്കാണോ എയിംസ് കിട്ടിയതെന്ന് ചോദിച്ചാൽ അവർ സ്ട്രിക്റ്റായിട്ട് ഗൈഡ് ലൈൻസ് പ്രകാരം നൽകിയ ഇടങ്ങളിലാണോ അത് ലഭിച്ചത് എന്ന് നോക്കുക. അതിൽ ഒരു എയിംസ് വരുന്നത് കൊണ്ട് ഉന്നമനമുണ്ടാവുന്ന പ്രദേശങ്ങൾ ഏത്, അത് പരിഗണനയിൽ വരും. നമുക്കിന്ന് കേരളത്തിൽ അങ്ങനെ പരിഗണിക്കപ്പെടേണ്ടത് ഒരുപക്ഷെ മറ്റ് ഒരു രീതിയിലും വികസനമെത്താത്ത ഇടുക്കി, ആലപ്പുഴ ജില്ലകളാണ്. പക്ഷേ തൃശ്ശൂരിൽ നിന്നൊരു MP ആദ്യമായി തിരഞ്ഞെടുത്ത കേരള നിശ്ചയം, അതിനൊരു മര്യാദ കൽപ്പിക്കണമെങ്കിൽ തൃശ്ശൂരിനത് ലഭിക്കണം. ഇതെല്ലാം ഒന്നുകിൽ പ്രാദേശികം അല്ലെങ്കിൽ രാഷ്ട്രീയപരം എന്ന് പറയുന്ന വിലയിരുത്തൽ വളരെ മോശവുമാണ്. ഇനി തൃശ്ശൂരിന് കൊടുത്താൽ പറയും അപ്പോൾ MP-മാരെ തന്നില്ലെങ്കിൽ തരില്ല എന്നും പറയുന്ന പക്ഷം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അതൊന്നുമല്ല, മലയാളികൾ ഒന്നിച്ച് വിചാരിക്കണം ഞങ്ങളുടെ കേരളം എന്ന് തന്നെ വിചാരിക്കണം. അങ്ങനെ വിചാരിച്ച് കേരളത്തിൽ എവിടെ വന്നാലും നല്ലത് എന്നേ ഞാനും വിചാരിക്കുന്നുള്ളൂ. പക്ഷേ അത് സത്യസന്ധമായ ഒരു ദുഷ്ടലാക്കുമില്ലാത്ത അങ്ങനെ ചില ക്രയവിക്രയങ്ങൾക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട പ്രതലങ്ങളിലേക്ക് അത് വന്നാൽ അത് ആ പ്രദേശത്തിന് എന്തുമാത്രം ഇന്നുള്ള ബോട്ടിൽ നെക്ക് അധികരിക്കും. അതുകൊണ്ട് എന്താണ് ആവാസ വ്യവസ്ഥിതി എന്ന് പറയുന്നത് ഉറുമ്പിനും പിന്നെ ഈ പറയുന്ന മറ്റ് ജീവികൾക്കുമുള്ള വ്യവസ്ഥിതിയല്ല. മനുഷ്യവാസത്തിന് ദ്രോഹകരമാവുന്ന വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെൻ്റ് അല്ല. അപ്പോൾ ഇതെല്ലാം വിലയിരുത്തി തന്നെയാണ് ഒരു ഗൈഡ് ലൈൻസ് രൂപീകരിച്ചിട്ടുള്ള. ആ പാക്ക് ഓഫ് ഗൈഡ് ലൈൻസിന് നല്ലതുപോലെ മുരളിച്ചേട്ടൻ പഠിച്ച് മനസ്സിലാക്കി ഉദ്യോഗസ്ഥരുമായിരുന്ന് എത്രയും പെട്ടെന്ന് അടുത്ത ബഡ്ജറ്റിൽ തന്നെ ഉൾക്കൊള്ളിക്കണം എന്ന് പറയുന്ന ഒരു ആർദ്രമായ അവകാശവും ആവശ്യവും ഉന്നയിച്ചു കഴിഞ്ഞാലാണ് അവർ ആ പ്രദേശങ്ങളെ സംബന്ധിച്ച് അവരുദ്ദേശിക്കുന്ന സ്ഥലങ്ങളുടെ റവന്യൂ ക്ലസ്റ്റർ പരിശോധിച്ച് അതിലേറ്റവും യോഗ്യമായതിന് നൽകുക എന്ന് പറയുന്നതാണ് പ്രക്രിയ. മുരളിച്ചേട്ടനത് മനസ്സിലാക്കാഞ്ഞിട്ടല്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിന് അന്നേരം ഒരു മറുപടി പറയണം. അത് ഇപ്പോൾ പുതുതായി വന്ന സർക്കാരിന് ഒരു മനോഭാവ മാറ്റം എന്ന് പറയുന്നത് അവരുടെ ആവശ്യമല്ല, ജനങ്ങളുടെ ആവശ്യമാണ്. ആ ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി അദ്ദേഹം യുക്തിപൂർവം അങ്ങനെ ഒരു വിളംബരം അല്ലെങ്കിൽ അറിയിപ്പ് നടത്തിയതിൽ വളരെയധികം സന്തോഷമേ ഉള്ളൂ. ഇതൊരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. അപ്പോൾ അതനുസരിച്ച് ഞാനും ഇനി യുദ്ധം ചെയ്യും. ഇനി എന്താണ് തടസ്സം എന്നുള്ളത് എനിക്ക് അന്വേഷിക്കാൻ പറ്റും. ഇതല്ലാതെ മുഖ്യമന്ത്രി അടുത്ത് ചോദിച്ചപ്പോഴൊക്കെ ഇല്ല അത് കോഴിക്കോട്, അത് ഞങ്ങൾ നിശ്ചയിച്ചതാണ്, ബാക്കി 4 സ്ഥലം കൂടി എഴുതി കൊടുക്കുക, ഇല്ലല്ല അതൊന്നും എഴുതി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി കഴിഞ്ഞ ഫെബ്രുവരിയിൽ പറയേണ്ടി വന്നു. ഇൻഡിഗോയുടെ കൊച്ചിയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം കണ്ണൂർ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കി പറയേണ്ടി വന്നു, എന്നാൽ പിന്നെ
അങ്ങനെ 5 സ്ഥലങ്ങൾ എഴുതി കൊടുക്കുന്ന ഒരു സർക്കാർ കേരളത്തിൽ വരട്ടെ, അന്ന് നമുക്ക് എയിംസിനെ പറ്റി ആലോചിക്കാം എന്ന് പറഞ്ഞ് എനിക്ക് അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ ഇത് കേരളത്തിൻ്റെ അവകാശം തന്നെയാണ്. കേരളം ഭാരതത്തിൻ്റെ ഭാഗമാണ്. അതിലൊരു നിശ്ചയക്കുറവും വേണ്ട, സംശയവും വേണ്ട. ഉറപ്പായിട്ടും കേരളത്തിൻ്റെ അവകാശമാണ്. പക്ഷേ അത് യോഗ്യമായി എത്തേണ്ട സ്ഥലം എന്താണെന്ന് ക്രമീകരിച്ച് എടുത്ത് നൽകാനുള്ള വ്യവസ്ഥ, അതിൻ്റെ ഉറപ്പ് നൽകിക്കഴിഞ്ഞാൽ ബഡ്ജറ്റിൽ ഇതിന് സ്ഥാനമുണ്ടാവും. അത് അടുത്ത ബഡ്ജറ്റ് അല്ലെങ്കിൽ അതിനടുത്ത ബഡ്ജറ്റിൽ